ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മളിപ്പോൾ കുറച്ചായിട്ട് വീഡിയോസ് ചെയ്തിട്ട് അത് ഇറന്നല്ല, നമ്മുടെ ഏവിയറുടെ പണിയിലായിരുന്നു. നമ്മൾ കുറേ നാളായി റെഡിയാക്കി ഇട്ടിട്ട് ബാക്കിലോട്ടുള്ളത് ഇതൊക്കെ നമ്മൾ പുതിയതായിട്ട് റെഡിയാക്കിയതാണ്. അപ്പോൾ അതിൻ്റെ പണിയൊന്നും തീർന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും അതൊക്കെ ഇപ്പോൾ ഫിനിഷിങ് ആയിട്ടുണ്ട്. പിന്നെ നമ്മളിവിടെ മെഷാണ് അടിച്ചേക്കണം. ഇങ്ങോട്ട് നമ്മളിപ്പോൾ സെപ്പറേറ്റ് എടുത്ത് മെഷാണ് അടിച്ചേക്കണത്. and അതിൻ്റെ മുകളിൽ ഷീറ്റ് ഇട്ടിട്ടുണ്ട്. മഴ ഡയറക്റ്റ് വീഴാണ്ടിരിക്കുക, വീണ് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ അതിന് ഇതാണുകൊണ്ട് അപ്പോൾ നമ്മൾ മുകളിൽ ഷീറ്റ് ഇട്ടിട്ടുണ്ട്. ക്ലിയർ ഷീറ്റാണ്, വെയിലൊക്കെ അതിൻ്റെ ഉള്ളിലോട്ട് വന്നോളും. പിന്നെ അതേ രാത്രി ആകുമ്പോൾ നമുക്ക് മൂടാനായിട്ടുള്ളൊരു ഷീറ്റും കൂടി ഉണ്ട്. മഴയൊക്കെ വരുമ്പോൾ ചാറ്റിലൊന്നും കയറാണ്ടിരിക്കാനായിട്ട് ഒരു ഷീറ്റും കൂടി ഉണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കുടിക്കോ, ഇതേപോലത്തെ വീഡിയോസൊക്കെ ഇനിയും കിട്ടും. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ഏവിയർ ഉണ്ടാക്കണതിൻ്റെ വീഡിയോസൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ടൈം ലാസ്റ്റിട്ടാണ് എടുത്തേക്കണത്. അപ്പോൾ ഒരു വിധമൊക്കെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ചിലതൊക്കെ നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാവരും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. നേരെ നമുക്ക് വീഡിയോ ഇട്ട് കിടക്കാം. അത് നമ്മുടെ കൂടിൻ്റെ പരിപാടി തുടങ്ങാൻ വേണ്ട, ഇത്രയും കൂടെ നീളം കൂട്ടണം. അപ്പോൾ ഈ സൈഡ് ഇതൊന്ന് പൊട്ടിക്കണം. അപ്പോൾ നമ്മൾ കുറേ നാളായി ഇത് പണിത് വെച്ചിട്ട്, അപ്പോൾ ഇത് സെറ്റാക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. എന്തായാലും മെഷും കാര്യങ്ങളെല്ലാം എടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡിലും ഇപ്പുറത്തെ സൈഡിലും നമ്മൾ ഷീറ്റ് അടിക്കുള്ളൂ, ബാക്കി മൊത്തം മെഷാണ് വന്നത്. അപ്പോൾ എന്തായാലും ബാക്കി സെറ്റാക്കിയിട്ട് കാണിച്ചു തരാം. ഇത്രയും പൊളിച്ചട്ടാ, ഈ ഒരു ഭാഗം മൊത്തത്തിൽ ആണ് പൊളിച്ച്. അപ്പോൾ അതേ നമ്മൾ ഉദ്ദേശിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിവിടം വരെ ഇത് കണ്ട ഈ കട്ട ഇവിടം വരെ ഇങ്ങനെ ഒന്നും കൂടെ നമ്മൾ ചാടിക്കുന്നുണ്ട്. ഇത് മൊത്തം മെഷ അടിക്കുള്ളൂ, മുകളിലും ടോപ്പിലും മെഷ തന്നെ അടിക്കുള്ളൂ. പിന്നെ ഈ ഒരു സൈഡും ഷീറ്റ് വെച്ച് മറക്കും. എന്നിട്ട് അപ്പോൾ ഈ സൈഡിലായിട്ട് നമുക്ക് ബ്രീഡിങ് കേജും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം. ഏകദേശം ഫ്രെയിം ഇപ്പോൾ ഇത്ര അടിച്ചിട്ടാ കണ്ട, ഇത്രയാണ് ഇപ്പോൾ ചാടിക്കുന്നത്. ഇത് ഫുള്ളാണ് മെഷ അടിക്കണം എന്ന് പറഞ്ഞത്. അപ്പോൾ ഇനി ഇതിൻ്റെ ഇടയിൽ പർലിങ്ങൊക്കെ കട്ട് ചെയ്തിടാനുണ്ട്. പിന്നെ ഈ സൈഡിലായിട്ടാണ് ഡോറ് വെക്കണത്. ബാക്കി ഇനി അതും കൂടെ ഒന്ന് സെറ്റാക്കിയിട്ട് കാണാം.
ഫ്രെയിമിൻ്റെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇതേ മെഷ് അടിക്കാൻ പോയി ടോപ്പിൽ നിന്ന് തൊട്ട് അടിച്ചു തുടങ്ങാമെന്നും പറഞ്ഞു. ഇത് 2 ആൾക്കാരുണ്ട്. ഒരുത്തൻ്റെ അത് നിൽപ്പുണ്ട്. എന്നാലും നമുക്കിനി ബാക്കി മെഷ് അടിച്ചിട്ട് കാണാം. അപ്പോൾ നമ്മുടെ കൂടിൻ്റെ പണി ഏകദേശം ഇത് നല്ല ലെവലായിട്ടുണ്ട് കേട്ടോ. അതെ, ഇതൊക്കെ പെയിൻ്റൊക്കെ അടിച്ച് ഇനിയിപ്പോൾ ഈ താഴത്തെ ഷീറ്റ് ഒന്ന് പെയിൻ്റ് അടിക്കാനുണ്ട്. ഇവിടെയൊക്കെ നമ്മൾ എല്ലാം സെറ്റാക്കി ഇതിൻ്റെ ടോപ്പിലും കൂടി ഇനി മെഷ് അടിക്കാനുണ്ട് കേട്ടോ. എന്താ ഇവിടെ നമ്മ ഷീറ്റ് പറഞ്ഞ പോലെ തന്നെ അടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ മിക്കവാറും ഇവിടെ ആയിട്ടേ ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് ഇവിടെയും കൂടെ ഒന്ന് മെഷ് അടിക്കാൻ ചാൻസ് ഉണ്ട്. നോക്കിയിട്ട് അത് ചെയ്യണമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ ഇത്രയും കൂടെ മറ്റേ കാറ്റ് ഇങ്ങോട്ട് ഇങ്ങനെ ഇതിൽ പാസ് ചെയ്ത് പോകുമല്ലോ. ഇവിടെ ആയിട്ടേ ഇവിടെ നിന്ന് ഇങ്ങനെ നീളത്തിൽ ഈ ഒരു ഇത്രയും പോർഷനായിട്ട് കട്ട് ചെയ്തിട്ട് അവിടെ മെഷ് മാത്രമായിട്ടേ. ഇനിയിപ്പോൾ ഈ ഗ്യാപ്പൊക്കെ കിടക്കണം. അതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ കിളികൾ പുറത്തോട്ട് പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അവിടെയൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് അടക്കണം. ഇതിൻ്റെ ടോപ്പിൽ ഇവിടെ ഗ്യാപ്പ് ഉണ്ട്, അതടക്കണം. അതെ, ഇത് നമ്മൾ ഇതേപോലെ കോയിൽ ഷീറ്റ് ഉണ്ട്, ഇത് വെച്ചിങ്ങനെ കവർ ചെയ്യും. അവിടത്തൊക്കെ ഉള്ളത് ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ അതും കൂടെ വെച്ച് അത് കവർ ചെയ്യണം. പിന്നെ ഇവിടേക്ക് ഇനി മൊത്തം ലെവലാക്കി ഒന്ന് വാട്ടർ പ്രൂഫൊക്കെ അടിച്ചിട്ട് വേണം നമുക്ക് മണ്ണൊക്കെ ഇട്ട് സെറ്റ് ചെയ്യാനായിട്ട്. ഇതിൻ്റെ മുകളിൽ നമ്മൾ ചിലപ്പോൾ ക്ലിയർ ആയിട്ടുള്ള ഷീറ്റ് ഉണ്ട്, നമ്മുടെ ഗാർഡൻ ഷീറ്റില്ലേ, അത് ചിലപ്പോൾ എടുത്തിടാൻ ചാൻസ് ഉണ്ട് നല്ല മഴയൊക്കെ വരുമ്പോഴേക്ക്. എന്തായാലും ഏകദേശം ഒരുവിധം ലെവലായിട്ടുണ്ട്. ഇനി ബാക്കി ഇതൊക്കെ കൂടെ സെറ്റായിട്ട് ബാക്കി കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഈ ഹോളുകൾ വേണ്ട, ഈ ഹോളുകൾ ഇനി അടക്കണം. അത് ഈ കോയിൽ ഷീറ്റ് വെച്ചിട്ട് നമ്മൾ അടക്കണേണ്. എന്നാലും അതിന് നമുക്കൊന്ന് സെറ്റ് ചെയ്യാം. അവിടെ കഴിഞ്ഞ ഏകദേശം ഇതിൻ്റെ ഒരു വിധം പണിയൊക്കെ കഴിഞ്ഞ് എന്നാലും നമുക്ക് അതൊന്ന് സെറ്റാക്കാം. അപ്പോൾ അതേ നമ്മൾ ഈ സൈഡും നമ്മൾ മറച്ചിട്ടാ സെറ്റാക്കി. പിന്നെ അതേ മുകളിലത്തെ ഷീറ്റിൻ്റെ ഗ്യാപ്പില്ലേ, അത് നമ്മൾ മറ്റേ ഇലക്ട്രിക്കലിൻ്റെ PVC പൈപ്പില്ലേ, അത് കട്ട് ചെയ്ത് കയറ്റി സ്ക്രൂ അടിച്ച് വെച്ച് വേണ്ട, അത് മൊത്തം അടഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് ഷീറ്റ് കട്ട് ചെയ്ത് തന്നെ അടക്കേണ്ടി വരും. ആ സൈഡിൽ നമ്മൾ PVC പൈപ്പ് നീളത്തിൽ വെച്ച് കൊടുക്കും. എന്തായാലും അതൊക്കെ കൂടെ കഴിഞ്ഞ് നമ്മുടെ ഏകദേശം പനി ഫിനിഷായി. മെഷൊക്കെ എല്ലാം ഫുള്ളടിച്ച് കഴിഞ്ഞ് സെറ്റായിട്ടുണ്ട്. ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം, വാട്ടർ പ്രൂഫ് അടിക്കണം, മണ്ണിടണം, അത്രയും കൂടെ ഉള്ള പരിപാടികൾ. അപ്പോൾ നമ്മുടെ കൂടിൻ്റെ പണി ഏകദേശം ഫിനിഷിങ് ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇവിടേക്കൊന്ന് വൈറ്റ് അടിക്കാനുണ്ട്. എനിക്കെല്ലാം അത്യാവശ്യം സെറ്റായി. മുകളിൽ നമ്മൾ ചൂട് ഇത്തിരി കുറയാനായിട്ട് നമ്മുടെ ഷെയ്ഡ് നെറ്റില്ലേ അത് സെറ്റ് ചെയ്ത്
ഒരു വരായിട്ടുള്ള പൈപ്പ് ഇങ്ങനെ 4 വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കൂടി ഇട്ടിട്ട് അത് സെറ്റ് ചെയ്ത് ഇവിടെയൊക്കെ ഇനിയിപ്പോൾ ഞാനിന്നത് മൊത്തം കഴുകി ക്ലിയർ ആക്കിയിട്ട് തന്നെയാണ്. ഇനി ഇവിടെ നമ്മുടെ വാട്ടർ പ്രൂഫ് അടിക്കണം. അതും കൂടെ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് മണ്ണൊക്കെ ഇട്ട് സെറ്റ് ചെയ്യുക. ആ ഹോളൊക്കെ എല്ലാം അടച്ച് സൈഡിലുള്ള എല്ലാ ഹോളുകളും മൊത്തത്തിൽ ഉള്ളിലെ പണികളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ചെറിയ ഈ പറഞ്ഞ വാട്ടർ പ്രൂഫ് അടിക്കുക, അല്ലെങ്കിൽ മണ്ണിട്ട് നമുക്ക് ചെടികളൊക്കെ കൊണ്ടൊന്ന് സെറ്റ് ചെയ്തിട്ട് നമ്മുടെ കിളികളെ അഴിച്ചിടാം. നമ്മൾ വാട്ടർ പ്രൂഫൊക്കെ അടിച്ചിട്ടാ ഇപ്പം അടിച്ചിട്ടുള്ളൂ. അടിച്ചിട്ടുണ്ട്. പിന്നെ ഇതേ ഇവിടെ ആ ഗ്യാപ്പിൽ വൈറ്റ് അടിക്കാനുണ്ട്. വാട്ടർ പ്രൂഫിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് മണ്ണിട്ട് സെറ്റ് ചെയ്യാം. പിന്നെ കിളികൾക്ക് ഇരിക്കാനുള്ള ചെടികളും കാര്യങ്ങളും കൂടെയൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിളികളെ അഴിച്ചിടാം. അപ്പോൾ എന്തായാലും നമ്മൾ ഇനി ഇതിൻ്റെ ഉള്ളിൽ കിളിനിടണതും ചെടിയൊക്കെ സെറ്റ് ചെയ്യണതെല്ലാനും നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ടായിരിക്കും എന്തായാലും ചെയ്യണത്. അല്ലെങ്കിൽ വീഡിയോൻ്റെ ലെങ്ത്ത് വെറുതെ കുറേ കൂടിപ്പോവും. അപ്പോൾ എന്തായാലും ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായം എല്ലാവരും കമൻറ്റ് ചെയ്യണം. ഇതിലിനി വേറെ എന്തൊക്കെ ചെയ്യണമെന്നും ഉള്ള കാര്യങ്ങളൊക്കെ കൂടെ കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് ഇതേപോലെ വീഡിയോസൊക്കെ ഇനിയും ചെയ്യാനുള്ളൊരു പ്രചോദനമാവണത്. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിലേക്ക് കാണാം.